ഞാൻ പറയണം. പേര് പറഞ്ഞ ഫാമിലി പറ്റി. എൻ്റെ പേര് സുശാമ തോമസ്. എൻ്റെ വീട് കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലായിരുന്നു. എൻ്റെ പേരൻസ് രണ്ടുപേരും മരിച്ചുപോയി. ഞാൻ വെല്ലൂർ CMC ഹോസ്പിറ്റലിലാണ് നേഴ്സിങ് പഠിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അങ്കിളും ആൻറ്റിയും അമേരിക്കയിലുണ്ടായിരുന്നു, ഡാലസിൽ. എന്നെ അവർ സ്പോൺസർ ചെയ്ത് അങ്ങനെ അമേരിക്കയിൽ വരുവാനിടയായി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ RN പരീക്ഷ പാസ്സായി. നാട്ടിൽ 1977 പോയി കല്യാണം കഴിച്ചു. പുള്ളി ഒരു കോളേജിൽ നേരം പഠിപ്പിക്കുമായിരുന്നു. പുള്ളിക്കാരൻ 3 മാസത്തിനകം വന്നു. ഞാൻ അന്നേരം കോർപ്പസ് ക്രിസ്റ്റിയിലായിരുന്നു. എനിക്ക് ജോലി കിട്ടാൻ അവിടെ ആയിരുന്നു ആദ്യം സാധ്യത. പിന്നെ ഹ്യൂസ്റ്റണിലേക്ക് ഞങ്ങൾ 78 മൂവ് ചെയ്തു. 79 പുള്ളി ആദ്യമായി ഈ ബിസിനസ്സുകളെല്ലാം തുടങ്ങി. ആദ്യം ഇന്ത്യൻ ഗ്രോസറി, പിന്നെ ഡോളർ സ്റ്റോറിൻ്റെ 3-4 കടകളുണ്ടായിരുന്നു, പിന്നെ ഒരു ലിക്കർ സ്റ്റോർ ഉണ്ടായിരുന്നു. അതെല്ലാം നിർത്തി അങ്ങനെ അവിടെ വെച്ച് കള്ള് കുടിക്കാനൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് മേറ്റാഗിൻ്റെ കട, മാട്രസ് ഡിപ്പോ, പല ബിസിനസ്സുകൾ ചെയ്തു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആൽക്കഹോളിക് ആയി മാറുകയും ബിസിനസ്സുകളെല്ലാം തകരുകയും പിന്നെ വളരെ പ്രതിസന്ധികൾക്കിടയ്ക്ക് പോവുകയൊക്കെ ചെയ്തു. ഞാൻ നേഴ്സായത് കാരണം ജോലി ചെയ്തു. പിന്നെ ദൈവകൃപയാൽ പുള്ളിക്ക് 2-3 പ്രാവശ്യം റീഹാബിൽ പോവുകയും ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുവാനുമൊക്കെ കൃപ കൊടുത്തു. അവസാനം മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു. പൂർണ്ണമായി കഴിഞ്ഞ 15 വർഷമായി മദ്യപാനവും സ്മോക്കിങ്ങും ഒക്കെ വിട്ട് അനുഗ്രഹീതമായ ഒരു ജീവിതം ഞങ്ങളിപ്പോൾ നയിക്കുന്നു. 3 ആൺമക്കളാണ്. 3 പേരും മെഡിസിനൊക്കെ പഠിച്ചു. എന്നാലും ഒരാളിപ്പോഴും ഇതിൻ്റെ റെസിഡൻസിക്ക് വേണ്ടി പഠിക്കുന്നു. 3 പെൺമക്കൾ, ഒരു എല്ലാവരും ജോലി ചെയ്യുന്നു. വളരെ സന്തോഷകരവും ബ്ലസ്സഡുമായിട്ടുള്ളൊരു ജീവിതമാണ്. 8 കൊച്ചുമക്കൾ. ഞങ്ങളെപ്പറ്റി ഞങ്ങളുടെ മരുമക്കൾക്കൊക്കെ വളരെ ഇമ്പ്രസീവും, ഞങ്ങളെ വളരെ അവർ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രാർത്ഥനയാലും ഉപവാസത്തിലുമാണ് പുള്ളിയുടെ മദ്യപാനം ഒക്കെ മാറിയത്. ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ തുടർന്നുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. താങ്ക് യു വെരി മച്ച്. അമ്മ പഠിച്ച പ്രൈമറി സ്കൂൾ അത് പറയണം. ഞാൻ പഠിച്ച പ്രൈമറി സ്കൂൾ കോട്ടയം കഞ്ഞിക്കുഴി, പിന്നെ മിഡിൽ സ്കൂളും ഹൈസ്കൂളും മൗണ്ട് കാർമൽ ഗേൾസ് ഹൈസ്കൂൾ. ഞാൻ 2 വർഷം BCM കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചു. അത് കഴിഞ്ഞാണ് നേഴ്സിങ്ങിന് കിട്ടി. CMC വെല്ലൂരിൽ പോയി അവിടുത്തെ നേഴ്സിങ്ങും. അത് നല്ലൊരു അനുഭവമായിരുന്നു. ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. മിഷണറീസൊക്കെ അവിടെ വന്ന് പ്രാർത്ഥനകളും മിഷൻ വേലകളും ഒക്കെ നടത്തി. അവിടുത്തെ ജീവിതം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഏത് വർഷമായിരുന്നു? ഞാൻ 1968-72. കൂടെ പഠിച്ചവരാരെങ്കിലും? ജയിക്കച്ചൻ ഒരു സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ചിൽ പോകുന്ന ജയിക്കച്ചൻ്റെ അമ്മ മേരി, പിന്നെ VV ബാക്കുട്ടിയുടെ വൈഫ് ഏലിക്കുട്ടി, അങ്ങനെ അവരൊക്കെ ഞങ്ങളുടെ പള്ളി വരുന്നു. അമേരിക്കയിലോട്ട് വരാനുള്ള കാരണം എൻ്റെ അങ്കിളും ആൻറ്റിയും അവർ ഡാലസിലായിരുന്നു. അവർ 1960 ആദ്യം വന്നവരായിരുന്നു. ഡൽഹിയിൽ നിന്ന് വന്നവരാണ്. എൻ്റെ ആൻറ്റിയൊക്കെ ബീഹാറിലായിരുന്നു, ട്യൂട്ടറായിരുന്നു. എൻ്റെ അങ്കിള് ഹോമിയോപ്പതിയും ലാബും മെഡിക്കൽ ടെക്നോളജിയും TT തോമസ് ആൻഡ് അമ്മണി. അവർ രണ്ടുപേരും മരിച്ചുപോയി. അവരുടെ മക്കളൊക്കെ ഡോക്ടേഴ്സും നല്ല നിലയിലൊക്കെ അവരൊക്കെ ഉണ്ട്, കോണ്ടാക്ട് ഉണ്ട്. പിന്നെ എൻ്റെ അങ്കിളാണ് TT മാണി സാറ്. പുള്ളി ഷേക്സ്പിയറിൻ്റെ ബുക്കൊക്കെ തർജ്ജമ, അവരുടെ മക്കളൊക്കെ ഇവിടെയുണ്ട്. നാട്ടിലാണ് അവരിവിടെയുണ്ട്.
അമ്മാമ ആദ്യം അമേരിക്കയിലോട്ട് വന്നതേ ഇവിടുത്തെ ഇല്ലാതല്ലേ സർട്ടിഫിക്കേഷൻ ആറൻ അന്ന് വേണ്ടായിരുന്നു, ആറൻ ഉണ്ടായിരുന്നു, പക്ഷെ വേണമായിരുന്നു സ്പോൺസർ ചെയ്യാൻ. അന്ന് നേഴ്സുമാർക്ക് ആയിരുന്നു, നേഴ്സുമാരെ സ്പോൺസർ ചെയ്യായിരുന്നു. തുടക്കത്തിൽ സ്ട്രഗിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? അന്നേരം പിന്നെ അന്ന് ആരും ഇല്ലല്ലോ, അവരുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. എൻ്റെ ആൻറ്റിയും പരീക്ഷയ്ക്ക് വേണ്ടി ആറൻ പാസ്സാകുവാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഞാൻ ദൈവകൃപയെ വെല്ലൂർ പഠിച്ച കാരണം എനിക്കത്ര, പിന്നെ ഞാൻ കോർപ്പസ് ക്രിസ്റ്റി മൂവ് ചെയ്തപ്പോൾ റൈഡും വണ്ടി ഒന്നും ഇല്ലാതെ ബസ്സിന് പോയിട്ടുണ്ട്. ഭയങ്കര സ്ട്രഗിളായിരുന്നു ആദ്യമൊക്കെ. പരീക്ഷയൊക്കെ പാസ്സാകുന്ന ഞങ്ങൾ ഒരുമിച്ച് 2-3 പേരൊക്കെ താമസിച്ച് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. വരണ്ടെന്ന് തോന്നിയിരുന്നോ ആ സമയത്തൊക്കെ? അന്നേരം തോന്നിയില്ല, എനിക്ക് അതൊരു ചലഞ്ചായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി വന്നു കഴിഞ്ഞ് വണ്ടിയൊക്കെ മേടിച്ചു. ഞങ്ങൾ ഓക്കെ ആയിട്ട് ഇങ്ങോട്ട് പുള്ളിയുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു ഹ്യൂസ്റ്റണിൽ, ലാലസിൽ അങ്കിളും വിളിച്ചു, ഞങ്ങൾ ഹ്യൂസ്റ്റണിലോട്ട് പോയി. അത് കഴിഞ്ഞ് പുള്ളി ജോലിയൊക്കെ ചെയ്ത് ഓക്കെ ആയിരുന്നല്ലോ. അന്ന് എവിടെ, ഏത് ഹോസ്പിറ്റലാണ് ജോലി ചെയ്തത്? ഞാൻ കോർപ്പസ് ക്രിസ്റ്റി ഓസ്റ്റിയോപ്പതിക് ഹോസ്പിറ്റൽ. ഇവിടെ ഞാൻ എല്ലാ ഹോസ്പിറ്റൽ, ബെൻഡാവിൽ ആദ്യം, പിന്നെ ടെക്സാസ് വുമൻസ് ചെയ്തു 1 വർഷം, ബെൻഡാവിറ്റുണ്ട്, പിന്നെ ഇവിടെ ചെയ്തു മെമ്മോറിയൽ ഹെർമൻ മെഡിക്കൽ സെന്റർ, അവിടെ 10-35 വർഷം, 30 വർഷത്തെ മെഡിക്കൽ സെന്റർ. അവിടെ അന്ന് നിങ്ങൾ നോർത്ത് ഷോറിലായിരുന്നല്ലേ? നോർത്ത് ഷോർ 5 വർഷം അവിടെ നിന്നായിരുന്നു പോയത്. മെമ്മോറിയൽ ഡ്രൈവ് ചെയ്തു തന്നെ, ഡ്രൈവിംഗ് എല്ലാം പഠിച്ചു. അമ്മാമിക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഡ്രൈവിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പുള്ളി എന്നെ ലേറ്റായിട്ടാണ് പിക്ക് ചെയ്യുകയൊക്കെ വരുന്നത്. ഞാൻ പഠിച്ചു, അവസാനം പഠിക്കേണ്ടതാണ്, ഒത്തിരി വെയിറ്റ് ചെയ്യുന്നു. അപ്പം പിന്നെ ഡ്രൈവിംഗ് സ്പെഷ്യൽ ഏരിയയിൽ വർക്ക് ചെയ്യായിരുന്നു? ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റിൽ മെമ്മോറിയൽ അവിടെ തന്നെ, ബെൻഡാവിൽ ജനറൽ മെഡിസിൻ, പിന്നെ സൈക്കി ചെയ്തിട്ടുണ്ട്, സൈക്യാട്രി. അത് കഴിഞ്ഞ് മാനേജർ നേഴ്സ് ഇതായിരുന്നു, ചാർജ് നേഴ്സായിട്ടൊക്കെ ചെയ്തു. ഞാൻ ഏർലി റിട്ടയർമെന്റ് എടുത്തു, കൈക്കൊരു റൊട്ടേഷൻ 60 ആയപ്പം പിന്നെ പോയില്ല. പുള്ളി പിന്നെ ബിസിനസ് ഒക്കെ തുടങ്ങി, പിള്ളേർക്കൊക്കെ. ഈ ഷുഗർലാൻഡിലോട്ട് വന്നത്? ഷുഗർലാൻഡ് നോർത്ത് ഷോറിൽ അന്ന് ആദ്യം മലയാളികളെല്ലാം അവിടെ, പിന്നെ അവിടെ ഒത്തിരി ക്രൈംസ് ഒക്കെ കൂടുതലായിട്ട് വന്നപ്പോ ഒരു നല്ല ഏരിയയിലോട്ട്, ഇത് നല്ല ഏരിയ പറഞ്ഞ് ആ ഏരിയ, അത് കാരണം സ്കൂളൊക്കെ നല്ലതാണ്, ഇങ്ങോട്ട് മൂവി. ഇപ്പം 32 years ആയി ഈ നെയ്ബർഹുഡിൽ തന്നെ. ഈ വീട്ടിൽ തന്നെ. ഈ മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിലേ, അമ്മാമ്മ നാട്ടിൽ പഠിക്കുമ്പോൾ വലിയൊക്കെ പഠിച്ച് ഇവിടെ വന്നിട്ട് പഠിത്തത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം, അതോ അത് നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഏരിയ? പിള്ളേര് പഠിക്കുന്ന കാലത്ത് ഹൈസ്കൂളിലൊക്കെ പുള്ളി ഇതായിരുന്നു. പക്ഷെ വി ആർ വെരി ഇൻട്രസ്റ്റഡ്. ഞങ്ങള് പിള്ളേരുടെ എഡ്യൂക്കേഷൻ നല്ല നിലയായി വിടുന്നവരെല്ലാം കോളേജും, 2 പേരെ ഹംഗറി വിട്ടു, മെഡിസിന് വിട്ടു. ഒരാള് ഈ ഹംഗറി, യൂറോപ്പ്, ഇവിടെ അവർക്കൊക്കെ നല്ല ജോലിയുണ്ട്. ഒരു മരുമകള് നാട്ടിൽ മെഡിസിൻ കഴിഞ്ഞ മണിപ്പാലിൽ, ഒരു മോള് നേഴ്സ് ബോംബെ മരുമകൾ, ഒരു മോള് IT ആൻഡ് എഞ്ചിനീയർ. പിള്ളേരെല്ലാം നല്ല കൊച്ചുമക്കളെല്ലാം ഇപ്പൊ എല്ലാരും അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. സോ അമ്മാമ്മ നോക്കുമ്പോഴേ അന്ന് വലിയൊരു പഠിച്ചു, ഇവിടെ അമേരിക്കയുടെ ഒരു പ്രോസ്പെക്ട്സ് കണ്ടാണോ വലിയൊരൊക്കെ പോയത്, നഴ്സിംഗിലോട്ട് മാറിയത്? അന്നേരം ഇല്ലായിരുന്നു. ഫോറിനിലൊക്കെ ഞങ്ങളുടെ എവിടെയുള്ളവരൊക്കെ എൻ്റെ ഫാദർ അന്നേരം പറയായിരുന്നു ATTCക്കൊക്കെ പോയ വലിയ ഇതില്ലല്ലോ. എൻ്റെ സിസ്റ്ററൊക്കെ BSc കഴിഞ്ഞ് PNDയിലൊക്കെ. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ഈ നഴ്സിംഗ് കഴിഞ്ഞ് ഫോറിനിലും അമേരിക്കയിൽ, എൻ്റെ ആൻറ്റി അമേരിക്ക എന്നെ സ്പോൺസർ ചെയ്ത്, പുള്ളിക്കാരി പറഞ്ഞു നഴ്സിങ്ങിന് പോകാൻ. ഇപ്പം വെല്ലൂർ നല്ല കോളേജാണ്, അവരാ എൻകറേജ് ചെയ്തത്. സെലക്ഷൻ കിട്ടാൻ വലിയ പാടായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. പിന്നെ 2-3 പേര് നല്ല റെക്കമെൻഡേഷൻ, അവിടുത്തെ ടിവര സാർ എന്ന് പറഞ്ഞാൽ അവരുടെ മോനൊക്കെ അവിടുത്തെ വലിയ ഡോക്ടേഴ്സും ഞങ്ങളുടെ നെയ്ബറും ഇച്ചിരി ബന്ധമൊക്കെ. ഞാൻ ജനറൽ നഴ്സിംഗ്.
അതിനും അത്രയും ടഫ് ഉണ്ടായിരുന്നു അല്ലേ? എല്ലാത്തിനും tough. എല്ലാത്തിനും ടഫാ. വലിയൊരു പറയുമ്പോൾ തന്നെ വലിയ നല്ല അന്തരീക്ഷം. പിന്നെ ഇവിടെ വന്ന് പരീക്ഷയൊക്കെ പാസ്സാകുന്നത്. അമ്മാമ്മ ഇപ്പൊ കോട്ടയത്ത് ഏത് പള്ളിക്കാരാ ബേസിക്കലി? ഞങ്ങള് CSI കത്തീഡ്രൽ. എൻ്റെ വല്യമ്മച്ചയൊക്കെ ഓർത്തഡോക്സ്, പക്ഷെ എൻ്റെ വല്യപ്പച്ചനൊക്കെ CMS. തോന്നിയിരുന്നു കഞ്ഞിക്കുഴിന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു CSI ആയിരിക്കുമെന്ന്. ഞാൻ CSI കാരനാ. ബട്ട് എനിവേ ദേവലോകമൊക്കെ അടുത്തായതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. അത് ശരി. അമ്മാമ്മ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ വന്നിരുന്നില്ല അല്ലെങ്കിൽ നേഴ്സിംഗ് ആയില്ലായിരുന്നെങ്കിൽ അമ്മാമ്മ എന്താവുമായിരുന്നു? എനിക്ക് തന്നെ അറിയത്തില്ല. വന്നതൊരു ഭാഗ്യം. ഇപ്പം എനിക്ക് നാട്ടിലൊക്കെ ഇവിടെ ഇഷ്ടം. ഒത്തിരി ഫ്രണ്ട്സ് നാട്ടിലൊക്കെ പോയാൽ ഇപ്പൊ ആരുമില്ല. പുള്ളിയുടെ കുടുംബം മാത്രമേ ഉള്ളൂ. എൻ്റെ എല്ലാ കുടുംബത്തെയും ഞാൻ കൊണ്ടുവന്നു. എൻ്റെ സഹോദരങ്ങളെല്ലാം ഇവിടെ. അവരൊക്കെ ഏത് പള്ളിയിലാ പോകുന്നത്? മാർത്തോമ. CSI ആങ്ങള ചിക്കു എന്ന് പറഞ്ഞ CSI രാജമുഞ്ഞെന്ന് പറഞ്ഞ ചിക്കു. എനിക്ക് ഒത്തിരി കസിൻസ് ഉണ്ട് ഇവിടെ തന്നെ. നീതി ജയുടെ എല്ലാ റിലേറ്റീവ്സും സറൗണ്ടഡ്. ഓക്കെ ഓക്കെ. ഇനി ഞാൻ ഒരു കാര്യമേ ചോദിക്കുന്നുള്ളൂ. അമേരിക്കയിൽ അന്ന് ആദ്യകാലങ്ങളിൽ വന്ന നിങ്ങൾ, ഇന്നിപ്പോൾ അമേരിക്ക കുറേ ആൾക്കാർ ഹ്യൂസ്റ്റണിലാണെങ്കിലും ഉണ്ട്, ഡാലസിലാണ്. നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്താണ്? അമ്മാമിക്ക് എന്തെങ്കിലും പ്രകടമായിട്ട് തോന്നിയിരുന്നോ എന്തെങ്കിലും? അന്ന് വരുന്നവരും ഇന്ന് ഇപ്പോൾ IT-യിലും ഇപ്പോൾ H1-ലും ഒക്കെ ഒരുപാട് പേര് ഇപ്പോൾ അമേരിക്ക വന്നു. അവർക്ക് ആ ഒരു സ്ട്രഗിൾ ഇപ്പോൾ ജോബ് വിസയിലൊക്കെ വരുന്നു. അന്ന് വന്നവർക്ക് ആരും ഇല്ലായിരുന്നു സഹായത്തിന്. ഇപ്പം വരുന്നവർക്കെല്ലാം ഒന്നുമില്ല. മൊബൈൽ കഷ്ടപ്പെട്ട് നടന്നൊക്കെ പോയിട്ടുണ്ട് ഗ്രോസറിക്ക് ഞങ്ങളൊക്കെ. പക്ഷെ ഐസ് ഉള്ളിടത്തൊന്നും അമ്മ ജോലി ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. അതൊരു വലിയ ഭാഗ്യമാണ്. ന്യൂയോർക്കിലൊക്കെ ജോലി ചെയ്തവര്. അന്നാർക്കും കാറൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവരും ബസ്സിൽ പോയിട്ടുണ്ട്, ടാക്സി പിടിച്ചു പോയിട്ടുണ്ട്. പിന്നെ അത് ശരി. ഈ അങ്കിള് ബിസിനസ്സിലായിരുന്നു പറഞ്ഞല്ലോ. അമ്മാമിക്ക് ആ സമയത്ത് എന്തായിരുന്നു തോന്നിയിരുന്നത്? അതൊരു സേഫ്? ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഹി വാസ് ഡൂയിങ് വെരി ഗുഡ്. പിന്നെ ഈ മദ്യപാനം തുടങ്ങി കഴിഞ്ഞെല്ലാം ഈ പുള്ളിക്ക് ഒത്തിരി ജോലിക്കാരൊക്കെ അവരൊക്കെ കളിപ്പിക്കുക. ഞങ്ങൾക്ക് $4 സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി അന്നേരം കുടിക്കാനൊക്കെ തുടങ്ങിയപ്പോ അവരൊക്കെ കളിപ്പിച്ചെല്ലാം അടയ്ക്കേണ്ടി വന്നു. പിന്നെ അങ്ങനെ അത് കാരണം മേറ്റാകെ ഒന്ന് എല്ലാം നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സെർവൻസ് വരെ കടയിലൊക്കെ ഉള്ളവർ വന്ന് എല്ലാ ഇതും ഉണ്ടായിരുന്നു, ലക്ഷറീസ്. പിന്നെ അതെനിക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു. ഈ പുള്ളി ഇതൊക്കെ ഒത്തിരി ബിസിനസ് അവസാനം കുടിക്കാൻ തുടങ്ങിയപ്പോ ഷോപ്പിംഗ് സെന്റർ എല്ലാം ഉണ്ടായിരുന്നു. ബിഗ് ഇതാകേണ്ടി ആയിരുന്നു അന്ന്. ഇപ്പൊ അതിലും സന്തോഷം ദൈവത്തെ. അല്ല, ഈ അനുഭവം പങ്കുവെക്കുന്നതിൽ വലിയൊരു സന്തോഷം. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഹിഡൻ ലൈഫ് സ്റ്റോറി ആണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ. ഇനി ഞാൻ ചോദിക്കുന്ന ബുദ്ധിമുട്ട്, അമ്മാമ്മ അനുഭവിച്ച ഏറ്റവും വലിയ പ്രയാസം എന്താ? ഒരു അങ്കിള് കുടിക്കുന്നു, അങ്കിള് വന്ന് കിടക്കുന്നു, അതായിരുന്നു ഏറ്റവും വലിയ സങ്കടം. പുള്ളി ഉപദ്രവിക്കത്തൊന്നുമില്ലായിരുന്നു. കുടിച്ചേച്ച് ഇതെല്ലാം നഷ്ടപ്പെടുക. കട കുറെ കഴിയുമ്പോൾ ഇവിടെയുള്ള പുള്ളിയുടെ ഫ്രണ്ട്സൊക്കെ ചെല്ലും, കുടിക്കും, അങ്ങനെ എല്ലാം നഷ്ടപ്പെടുന്നത്. ലോട്ട് ഓഫ് മണി ലോസ്. പള്ളിയായിട്ട് അന്നേരം പുള്ളി സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ആദ്യം തൊട്ട് സെക്രട്ടറിയും. അന്നേരം അധികം സക്സസ്ഫുൾ ബിസിനസ് ആണല്ലോ, അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ വേണ്ടത്. ഹി വാസ് ഡൂയിങ് റിയൽ ഗുഡ്. പക്ഷേ റിഹാബിലൊക്കെ തന്നെ പുള്ളി മടുത്തെന്നും പറഞ്ഞ് പോയി. അങ്ങനെ ഇപ്പൊ അങ്കിള് ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഇങ്ങനെ ഒരു വിഷൻ പ്രവൃത്തി ഉണ്ടല്ലോ. എനിക്ക് അതിലുള്ള സന്തോഷം എന്താണ്? എനിക്ക് വളരെ സന്തോഷം. ഞാൻ സപ്പോർട്ട് ചെയ്യും. ഞാൻ ഈ മീറ്റിങ്സിലെല്ലാം ഇരുന്ന് കേൾക്കും. കുറെ എലനോണിൽ കുറെ സ്ത്രീകളുണ്ട്. അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ്. അവർ വിളിക്കും. ഇവിടെ ഹുഷ്ണി വരുമ്പോൾ ഞങ്ങളെ വന്ന് കാണും. അത്രയ്ക്കും ബന്ധ. ചിക്കാഗോ, ന്യൂയോർക്ക്, ഡിട്രോയിറ്റ്, അവരൊക്കെ ഇവിടെയുള്ളവരെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതിലുള്ള സൂം ബന്ധം കൊണ്ട് വളരെ ഞങ്ങളെ ആഴ്ചയിലൊന്ന് വിളിക്കും. 2-3 ഫാമിലി ഇവിടെ വന്ന് കല്യാണത്തിന് വന്ന് അവരെല്ലാം ഞങ്ങളെ വന്ന് കാണും.
ആൻറ്റിക്ക് ആൻറ്റിയുടെ ഫോൺ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കാരണം ഇനി ആർക്കെങ്കിലും ബന്ധപ്പെടാൻ ഒരു വിമൺ. 281 ഓക്കെ 902 2690. താങ്ക് യു. അമ്മാമ ലാസ്റ്റ് പോയത് നാട്ടിൽ കഴിഞ്ഞ വർഷമായിരുന്നു. എത്ര ദിവസം താമസിച്ചിട്ട് അവിടെ? ഞങ്ങള് 5 weeks. ആക്ച്വലി ഞങ്ങൾ പോയത് എൻ്റെ ഇളയ മോൻ്റെ വൈഫിൻ്റെ അനീത്തിയുടെ കല്യാണത്തിനായിരുന്നു. അപ്പം ബോംബെയിലായിരുന്നു? അല്ലല്ല, അവര് ഇവിടെ ഒരു ഇവിടെ വെച്ചായിരുന്നു ഡാഡി, കൊല്ലം അവിടെ. കോട്ടയം സിറ്റി ഒക്കെ എങ്ങനെ? അയ്യോ ഭയങ്കര, കണ്ടാ എനിക്ക് പേടി. ഞാൻ BCA കോളേജിലൊക്കെ നടന്നു പോയിട്ടുള്ള, അവിടം വരെയൊക്കെ നടക്കാൻ പോലും ഇപ്പം വഴി അറിയും. അതുപോലെ കെട്ടിടങ്ങളാണ്. ഞങ്ങൾ കളത്തിപ്പടി, അവിടെ ഒന്നും കണ്ടാ അറിയത്തില്ല. ഞങ്ങളുടെ വീടൊക്കെ ആങ്ങളൊക്കെ വിറ്റു. അതെല്ലാം വലിയ 2 or 3 നിലയൊക്കെ ആയിട്ട് കാട് പിടിച്ച് കിടക്കും. ഭയങ്കര ഇതാ. കടയിൽ പോകാൻ എനിക്ക് ഇഷ്ടമാണ്, ഷോപ്പിങ്ങിന്. ഷീമാട്ടി ഇവിടുന്ന് പോകുമ്പോൾ അതൊക്കെ നല്ല. കേരളത്തിലെ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസുകളിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി പോയിട്ടില്ല. ഇവിടെ മിക്ക സ്ഥലങ്ങളിലും. ഇവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ടായ? ഇവിടെ യൂറോപ്പ് മുഴുവൻ. ഹോളി ലാൻഡിൽ പോയിട്ടില്ല. യൂറോപ്പ്, അർക്കൻസാസ്, ന്യൂയോർക്ക്, ഡിസ്നി വേൾഡ്, ഡിസ്നിലാൻഡ്, കാലിഫോർണിയ, എല്ലായിടത്തും പോയി. ഇതിൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ അമ്മ നോക്കിയിട്ട്? അമേരിക്കയിലുള്ളതും പുറത്തുള്ളതും? ഏറ്റവും നല്ല അമേരിക്ക ജീവിക്കാൻ. അത് അമേരിക്കയിലുള്ള ഈ സ്ഥലം? അമേരിക്ക എനിക്ക് ഹ്യൂസ്റ്റൺ. ട്രോപ്പിക്കലി. ഞാൻ ഫ്ലോറിഡയിൽ പോയിട്ടുണ്ട്, ന്യൂയോർക്കിൽ പോയിട്ടുണ്ട്, ഡാലസിലായിരുന്നു ആദ്യം വന്നത്, കോർപ്പസ് ക്രിസ്റ്റി, പിന്നെ കാലിഫോർണിയ പോയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ. ഓക്കെ. മക്കളെല്ലാം ഹ്യൂസ്റ്റണിൽ തന്നെ ഉണ്ടല്ലേ? രണ്ടുപേര്. ഒരാള് മക്കാലനാൻ, ഹീസ് ഡൂയിങ് ഹിസ് ഇന്റേൺഷിപ്പ്. ഓക്കെ. അതും ടെക്സസിലാണ് മക്കളെല്ലാം? അതെ. ഓക്കെ. താങ്ക് യു അമ്മാമ. ഹ്യൂസ്റ്റൺ വോയിസിനോട് സഹകരിച്ചാൽ ഒത്തിരി നന്ദി. വീണ്ടും കണ്ടുമുട്ടുന്നതിന് വരെ താങ്ക് യു. ഓക്കെ, താങ്ക് യു.